അപ്പോൾ നമ്മുടെ മലേഷ്യൻ യാത്രയുടെ വിശേഷങ്ങൾ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ട കുറേ കാര്യങ്ങൾ, കഴിച്ച കുറച്ച് ഫുഡുകൾ, എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മൾ മറക്കാതെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബിലും ഫോളോ ചെയ്യുക. ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് നിന്നാണ്. നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എനിക്ക് തോന്നുന്നത് ഫ്രൈഡ് റൈസ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. നെക്സ്റ്റ് ഈസ് ലൈക്ക് ന്യൂഡിൽസ്. എന്തോ ഇത്? ഓക്കെ, സ്ക്രാമ്പിൾഡ് എഗ് എന്തായാലും ഉണ്ട്. ആൻഡ് sausage is there. Some fruits and that's it. എന്തായാലും രാവിലെ തന്നെ നല്ല വളരെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചേക്കും. അവർ പറഞ്ഞു ദേ വെള്ളോട്ട് നോക്കി നോക്കിയാൽ നല്ല വേണം. അപ്പോൾ രാവിലെ തന്നെ പണി കിട്ടിയല്ലോ എന്നുള്ള വിഷമത്തിലിരുന്നപ്പം ആ ചേട്ടനോട് പോയി ചോദിച്ചു വേറെ എന്തെങ്കിലും കിട്ടുന്നു. അപ്പോൾ പറഞ്ഞത് ദോശയുണ്ട്, റൊട്ടി കനായി ഉണ്ട്, തുളസി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, പൂരി ഉണ്ട്. ഈ റൊട്ടി കനായി എന്താണെന്നറിയാം, വേറെ ഒന്നുമല്ല, നമ്മുടെ സാധാരണ പൊറോട്ട. അവരിവിടെ റൊട്ടി കനായി എന്നാണ് പറയുന്നത്. ഇവിടെയും കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കോഫിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം അൺലിമിറ്റഡ് ആണ്, എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഹായ്, കിട്ടിയത് ബേസിക്കലി ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്, പിന്നുള്ളത് നമ്മുടെ സോസേജസ് ആണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട്, പിന്നെ കുറച്ച് ജ്യൂസ്, കാപ്പി, ചായ, ബേസിക് സാധനങ്ങൾ. അന്നേരമാണ് ഞങ്ങൾ ഒരു സാധനം കണ്ടത്. റോട്ടി കനായി എന്നാണ് എഴുതി വെച്ചിരുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്ത് എന്താ പരീക്ഷിക്കാമെന്ന്. വന്നപ്പം നമ്മുടെ പൊറോട്ടയാണ്. ഇത് കണ്ടോളൂ, ജസ്റ്റ് നോക്കിയോ, ഇത് പൊറോട്ടയാണ് അവർ തന്നിരിക്കുന്നത്. പിന്നുള്ള ദോശ ഐറ്റംസ്, ഇഡ്ഡലി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു ഇന്ത്യൻ വംശജരുടെ ആകട്ടെ, ഈ ഒരു ഇന്ത്യൻ ഒറിജിനുള്ള സ്ഥലമാണ്. ലൈക്ക് ഇതൊരു എന്താ പറയുന്നത്, ലിറ്റിൽ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഏരിയ. ബേസിക്കലി ഈ ഒരു ഏരിയയിൽ നമുക്ക് അന്നേരം ഇന്ത്യൻ ഫുഡ് കൂടുതൽ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്. ഞങ്ങൾ അങ്ങനെ എടുത്തതല്ല, ഞങ്ങൾക്കിത് കോംപ്ലിമെൻ്ററി ആണ്. അന്നേരം ഞങ്ങൾ വന്നപ്പം ജസ്റ്റ് ഇത് ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകാമെന്ന് വെച്ചു. ഓക്കെ, അതിന് ബാക്കിയുള്ള ഫുഡുകൾ നമുക്ക് കാര്യങ്ങൾ കാണാം. വെച്ചോ, ഒന്ന് കാണിച്ച ഒരു വീഡിയോ എടുത്ത് ഞാനടുത്ത് റെഡിയാണോ? ഹായ്, ഇന്ന് എനിക്ക് സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് ഇവരുടെ ഇത് കണ്ടോ, ഈ മഞ്ഞ കോൺഫ്ലേക്സ് ആണ്. ബേസിക്കലി നമ്മൾ സാധാരണ കോൺഫ്ലേക്സിന് കോണ്ടർ ടേസ്റ്റ് മാത്രമല്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവർ, അല്ലെങ്കിൽ മാക്സിമം ഞാൻ വാനില, ഇതൊക്കെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഒരു സിട്രസ് ഫ്ലേവറാണ് ഇതിനകത്ത് വരുന്നത്. ബേസിക്കലി നമുക്കൊരു ലൈമ്, ഓറഞ്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. ആ ഒരു ഫ്ലേവറിങ് ആണ്, ഒരു വ്യത്യസ്തതയുണ്ട്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവരുടെ ഒരു വെറൈറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഇവർ ട്രൈ ചെയ്തു. ഈ ഫ്ലേവറിങ്സ് അവർ എല്ലാം ഓരോ ടോപ്പിങ്ങുകൾ കാര്യങ്ങളായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ കിറ്റ്കാറ്റിൻ്റെ ഐസ്ക്രീംസ് കഴിച്ചിട്ടുണ്ട്. കിറ്റ്കാറ്റിൽ തന്നെ ഇത്രയും വെറൈറ്റി ഐസ്ക്രീം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഓപ്ഷനാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ബ്യൂട്ടിഫുൾ.